എല്ലാവരുടെ മനസ്സിലും മുഴുവൻ കെ സി ആണ് എന്നുള്ളതാണ് മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ വെള്ളം കോരിയ വി ഡി സതീശൻ പുറത്തേക്കുള്ള വഴിയിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശനോട് ഇത്രയ്ക്കും ഒരു അകൽച്ച? അത് ശരിക്കും പറഞ്ഞാൽ ഈ മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിരിക്കുന്ന റിപ്പോർട്ട് കണ്ടപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉപദേശം രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും രാഷ്ട്രീയ നാടകങ്ങളുണ്ടാകുമ്പോൾ അവിടെ പോയി നാടകത്തിൽ ചുക്കാൻ പിടിക്കുകയും അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ 5 വർഷവും കണ്ടത് തന്നെയാണ്. കേരളത്തിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് കാര്യം തകർന്ന് തരിപ്പണമായി കിടന്ന അവസ്ഥയിലാണ്. 22 MLA-മാരായിരുന്നു കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അതിനുശേഷം നാം കാണുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് സർക്കാരിൻ്റെ പോരായ്മകളെ ഉയർത്തി കാട്ടുന്നുണ്ട്. അതും ഒരു അമിതമായ ഒരവസ്ഥയിലേക്ക് വി ഡി സതീശൻ കൊണ്ടുപോയില്ല. തെരുവ് മുഴുവൻ രക്തക്കളമാക്കുന്നതിലേക്കോ അല്ലെങ്കിൽ മനുഷ്യന് അസൗകര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള സമരങ്ങളുടെ വേലിയേറ്റത്തിലൂടെയൊന്നും ആയിരുന്നില്ല നയിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ആവശ്യമായ സന്ദർഭങ്ങൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പല വിമർശനങ്ങളും നേരിട്ടിരുന്നു. കാരണം പ്രതിപക്ഷം വളരെ വീക്കാണ്. കാരണം നമ്മൾ കണ്ട് ശീലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിരിക്കുന്നവർക്കെതിരെ ഭരണം ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനമാണ് പ്രതിപക്ഷത്തിൻ്റെ എന്നുള്ളൊരു പൊതുധാരണ കടന്നാക്രമിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ടായിരുന്നു സതീശൻ. അതോടൊപ്പം തന്നെ സതീശൻ മറ്റൊരു ഭാഗത്തൂടെ UDF-ന് ഒരു ടീം എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ആ കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് അതൊരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലുള്ളത് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും അങ്ങനെ വിവിധ സംഘടനകളെയും വ്യക്തികളെയും ഒക്കെ അതിലേക്ക് കൊണ്ടുവന്ന് അതിനെ വികസിപ്പിക്കുകയും ഇതിന് കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ടിരുന്ന ക്രെഡിബിലിറ്റിയെ റീഗെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടെയായിരുന്നു നേരിട്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ LDF സർക്കാരിനെതിരെയുള്ള രോഷം അതിശക്തമായ സമയത്ത്, ഉദാഹരണത്തിന് ഇപ്രാവശ്യം 19 ലക്ഷം ആൾക്കാരാണ് അഡീഷണലായിട്ട് LDF-നേക്കാൾ കൂടുതൽ UDF വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം ഇടതുപക്ഷക്കാർക്കും ഈ മുന്നണിയിലേക്ക് വോട്ട് ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടി, ഒരു ക്രെഡിബിലിറ്റി ഡെവലപ്പ് ചെയ്തു. അതും കൂടെ ആ കാരണം കൂടെ കൊണ്ടാണ് ഈ UDF-ന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ അതിശയിച്ച് നോക്കുകയാണ് ഈ 47 MLA-മാരെ കെ സി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ കെ സിയിൽ എങ്ങനെയാണ് നേതൃത്വം കാണുന്നത്, കെ സി എന്തുകൊണ്ടാണ് കെ സിയെ മുഖ്യമന്ത്രിയാക്കാൻ താല്പര്യപ്പെടുന്നത്, അതെ. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ എത്ര MPമാർ ഇടുന്നുണ്ട്. കെ സുധാകരൻ ഇവിടെ KPC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാമല്ലോ മുഖ്യമന്ത്രിയാക്കണോ, അടൂർ പ്രകാശിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയാം. കെ സുധാകരൻ പക്ഷെ കെ സിക്കൊപ്പമാണെന്നാണ് അതെ, മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് കെ സിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആവശ്യപ്പെടുന്നു. അതൊരു ഓപ്പറേഷൻ കെ സി അല്ലേ സർ? അത് ഓപ്പറേഷൻ കെ സി ആണെന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ പല ചാനലുകളിലും ഓപ്പണായിട്ട് പലരും ഇരുന്ന് പറയുന്നു ഈ MLA-മാർക്ക് മുഴുവൻ ഫണ്ട് ലഭ്യമാക്കിയത് കെ സി വേണുഗോപാലാണെന്ന് പറയുന്നു. പക്ഷേ വിയർപ്പൊഴുക്കിയത് വിയർപ്പൊഴുക്കിയതിൻ്റെ അല്ല, അത് എന്നെ സംബന്ധിച്ച് ഞാനൊരു വോട്ടർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് വ്യാകുലപ്പെടുത്തുന്നത് അങ്ങനെ ഫണ്ട് അറേഞ്ച് ചെയ്ത വ്യക്തിക്കാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷ MLA-മാരും പിന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഫണ്ടിന്റെ പിന്നിലല്ലേ പോവുള്ളൂ, അല്ലേ? അടിസ്ഥാന ചോദ്യം അതാണ്. ഭരണത്തിലും അതാണ് സംഭവിക്കുക. ഇങ്ങനെ ഫണ്ട് ചെലവഴിച്ചിട്ട് MLA-മാരെ വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു അവസ്ഥ ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എങ്ങനെയാണ് നാളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭരണം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സർക്കാരിൽ നിന്ന്, ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള അല്ലെങ്കിൽ ഒരു സാമാന്യമായ ഉറപ്പെന്താനായിട്ട് ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് പ്രതീക്ഷിക്കാനുള്ള അവകാശമില്ല. കാരണം ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടത് വളരെ ജനായത്തപരമായ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുകയും അത് നടത്തിയ മുന്നണിക്കും അതിനെ നയിച്ച വ്യക്തിക്കും നമ്മളൊരു മാൻഡേറ്റ് കൊടുക്കുന്നു, നമ്മളൊരു വോട്ട് കൊടുക്കുന്നു. ആ വോട്ടിനെ ലഭിച്ച് പെട്ടിയിലാക്കിയതിന് ശേഷം അപൂർവങ്ങളിൽ അപൂർവമായ സന്ദർഭങ്ങളിൽ ജനായത്ത സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ള ചില പഴുതുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വ്യക്തിക്കും മുഖ്യമന്ത്രിയാകാം, 6 മാസത്തിനകം തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ മതി. ഈ സുധാകരന്റെ കാര്യം പറയുമ്പോൾ MP സ്ഥാനമായിരുന്നു വിഘാതമായിട്ട് നിന്നത്. അതെ. അപ്പോ കെ സിക്ക് ഇത് മാറിപ്പോകുന്നത് അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ വലിയൊരു കോൺഫാബുലേഷൻ നടന്നായിട്ട് നമുക്ക് കാണേണ്ടി വരും.
കാര്യം ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഒരു വ്യക്തി തനിക്ക് ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഫണ്ടിൻ്റെ ഇപ്പം പറയപ്പെടുന്ന രീതിയിൽ MLA മാർ ഇത്ര അനുകൂലിക്കുകയാണെങ്കിൽ എല്ലാവരും ഉം. ഫണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ജനത്തെ മുഴുവൻ ജനങ്ങളുടെ മുഴുവൻ ഈ ജനായത്ത സംവിധാനത്തിൻ്റെ അവകാശത്തെ പിൻവാതിലിലൂടെ വിലയ്ക്ക് വാങ്ങാമെന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് എൻ്റെ ഉള്ളിൽ ഒരു വോട്ടർ എന്ന നിലയിൽ സംശയം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കാര്യം എൻ്റെ ഉള്ളിൽ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഈ അടിപിടി കാഴ്ച അല്ലെങ്കിൽ യുദ്ധം, തെരുവ് യുദ്ധം കാണുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന സംശയമാണത്. കാര്യം കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ മുന്നണി ഈ UDFൻ്റെ പ്രവർത്തനത്തിൽ അതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൽ തീർച്ചയായിട്ടും അദ്ദേഹം അഖിലേന്ത്യാ നേതാവാണ്. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരികയും അതോടൊപ്പം ചില പ്രസ്താവനകൾ നടത്തുകയും കേരളത്തിൽ എനിക്ക് താല്പര്യമില്ല, കേരളത്തിൽ ഞാൻ പറന്നിറങ്ങി വന്ന് മുഖ്യമന്ത്രിയാകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, അങ്ങനെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് തന്നെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള രാജ്യത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിനോടുള്ള വിശ്വാസ്യതയും കൂടെ കൊണ്ടാണ് നമ്മൾ ഈ നേതാവിലും വിശ്വസിക്കുന്നത്. സാർ, ഈ KC പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ സാർ പറഞ്ഞല്ലോ, ഉം. എന്നെ വേദനിപ്പിക്കുന്നു, അങ്ങനെ ഒരു പരാമർശം അതെ വരുന്നത്. അതെ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ഉം. മാന്യത ഉണ്ടെങ്കിൽ, മര്യാദ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നുള്ള പറയാൻ പറ്റിയ കൃത്യമായ സമയം ഇതല്ലേ? അല്ല അതൊക്കെ ഒരു സാമാന്യമായ ഒരു ലജ്ജയുടെ അംശം, മര്യാദയുടെ അംശം, ഒരു ഒരു മൊറാലിറ്റിയുടെ അംശമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്ന സാധനമാണ്. അതൊക്കെ കഴിഞ്ഞു. ഇത് കഴിയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കമാൻഡാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡാണ് ഇന്ന് രാഹുൽ ഗാന്ധി തീരുമാനം എടുക്കുന്നത് KC വേണുഗോപാലിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഹൈക്കമാൻഡാണ്, അതായത് KC വേണുഗോപാൽ നിശ്ചയിക്കുന്ന ഇടത്താണെന്ന് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ആ ഹൈക്കമാൻഡാണ് കേരളത്തിൽ വന്ന് KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പലരും ഈ ചാനലുകളിലൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് KCക്ക് പിന്തുണ കിട്ടാൻ കാരണം നേരത്തെ തന്നെ പറയുന്നതാണ്. നേരത്തെ തന്നെ ഈ നമ്പറുകൾ പുറത്തു വന്നു. 47 ഉം. അംഗങ്ങൾ KCയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആവശ്യമായ ദ്രവ്യം ഉം. ഏർപ്പാടാക്കി കൊടുത്തത് KC ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉം. ഇതിപ്പം പിൻവാതിലൂടെയാണ് വരുന്നത്. അതെ. ഒരു സംസ്ഥാനത്തിൻ്റെ ജനതയുടെ ജനായത്ത സംവിധാനത്തെ മുഴുവൻ റാഞ്ചിക്കൊണ്ട് പോകുന്ന, അട്ടിമറിക്കുന്ന, കൊള്ളയടിക്കുന്ന ഒരു പ്രക്രിയയല്ലേ ഇത്? അവിടെ അദ്ദേഹത്തിൻ്റെ ബലമായിട്ടുള്ള സംഗതി എന്താ? ജനങ്ങളുടെ വിശ്വാസ്യതയാണോ, അതോ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൻ്റെ ബലമാണ്? ഈ പറയപ്പെടുന്ന ഫണ്ടിൻ്റെ ബലമാണോ എന്ന് ഞാനൊരു വോട്ടർ എന്ന നിലയിൽ സംശയിച്ചു കഴിഞ്ഞാൽ അത് ദൂരീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കോ ഇവിടുത്തെ ഈ KPCC പ്രസിഡന്റിനോ, അതല്ലെങ്കിൽ നാളെ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കും? എനിക്ക് എൻ്റെ ഇൻറ്റഗ്രിറ്റിയും കൂടെയാണ്, എൻ്റെ വോട്ടിൻ്റെ കൂടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇൻറ്റഗ്രിറ്റിയും കൂടെയാണ്. എൻ്റെ മുഖ്യമന്ത്രി എൻ്റെ ഒരു വോട്ടർ എന്ന നിലയിൽ എൻ്റെ ഇൻറ്റഗ്രിറ്റിയും റിഫ്ലക്റ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ എൻ്റെ ഇൻറ്റഗ്രിറ്റിയും കൂടെയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വിലമതിക്കാതെ അപമാനിച്ചിരിക്കുന്നത്. ഈ MLA-മാരുടെ പിന്തുണ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെയല്ലേ സാർ, ഈ MLA-മാരെ ആക്കിയത് വോട്ടേഴ്സാണ്. അപ്പൊ ഈ വോട്ടർമാർക്ക് എല്ലാവർക്കും താല്പര്യം എന്ന് പറയുന്നത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെയാണ്. അതെ, അപ്പൊ അതിനെ കവച്ചു വെച്ചുകൊണ്ട്, അതിനെ മാനിക്കാതെയാണ് ഹൈക്കമാൻഡ് പോലും ഈ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് പറയുമ്പോൾ അധികം വൈകാതെ ഈ ഒരു ടീം UDF എന്ന് പറയുന്നത് ഇപ്പോഴേ പിളർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പിളർന്നൊന്നുമല്ല, പല ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. ആ ടീം UDF എന്ന് പറയുന്ന കരുണാകരനും AK ആന്റണിയും അവരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി തുടങ്ങിയിരുന്ന ഗ്രൂപ്പ് സംവിധാനങ്ങൾ അത് പിന്നെ പല ഗ്രൂപ്പുകളായി. അങ്ങനെയാണ് കോൺഗ്രസ് ക്ഷയിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവന്ന് ഇതിനെ ബിൽഡ് ചെയ്തു. ഇതിൽ നിന്ന് അകന്നുപോയവരെ തിരിച്ചു കൊണ്ടുവന്നു. ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ കൃത്യമായ പ്രവർത്തനം നടത്തി എല്ലാം നല്ല മികച്ച വിജയം നേടി. അതേപോലെ തന്നെ ഒരു ടീം UDF എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇതിനകത്ത് മുസ്ലിം ലീഗും ടീം UDF അല്ലേ? ഉദാഹരണത്തിന് തവനൂർ എന്ന മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ അവിടെ VS ജോയ് എന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് അവിടുത്തെ മുസ്ലിം ജനത ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിനും ഈ മുന്നണിയിലെ വോയിസ് ഇല്ലേ? അല്ലാതെ ഒരു ടീം UDF എന്ന് പറയുമ്പോൾ ടീമിൻ്റെ അല്ലേ? അല്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അല്ലല്ലോ, UDF മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയല്ലേ? VD സതീശൻ UDFൻ്റെ അധ്യക്ഷനായിരുന്നില്ലേ, അല്ലേ? അപ്പോൾ ആ രീതിയിൽ ടീം UDF എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനും RSPക്കും അതുപോലുള്ള CMPക്ക് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അവരുടെ മാനിക്കണം, എല്ലാവരോടും ചേർന്നിട്ടല്ലേ?
അപ്പം ഉദാഹരണത്തിന് കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂർ ജയിച്ചു. ശരിക്കും പറഞ്ഞാൽ കേരളം ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവനൂരിൽ VS ജോയെ വിജയിപ്പിച്ചു. കളമശ്ശേരി ഭൂരിപക്ഷ പിന്നെ സമുദായങ്ങളുള്ള മണ്ഡലമാണ്, ഭൂരിപക്ഷമുള്ള മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ അബ്ദുൽ ഗഫൂർ ജയിക്കുന്നു. അങ്ങനെ ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരു വൃത്തികേടും വൃത്തിയും തമ്മിലുള്ള രണ്ട് താരതമ്യത്തിൽ താരതമ്യേന വൃത്തിയുള്ള ഒരു മുന്നണിക്ക് വോട്ട് കൊടുത്തതാണ് കേരള ജനത. അല്ലാതെ അതിനകത്ത് യാതൊരു വർഗീയതയോ ഒരു മതപരിഗണനകളോ മതഭീതിയോ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നലത്തെ CPM-ന്റെ വിലയിരുത്തൽ തന്നെ കണ്ടില്ലേ, ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുപോലെ തങ്ങളിൽ നിന്ന് അകർന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നില്ലേ. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലൊരു ജനായത്ത സംവിധാനത്തിലൊരു വിധി നൽകപ്പെട്ടിട്ട് അതിനെ പിൻവാതിലിലൂടെ അല്ലേ, പിൻവാതിലിലൂടെ കയറി വന്ന് അതിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നൊരു പ്രക്രിയയാണ് കാണുന്നത്. ഈ MLA-മാരെ ഈ KC വേണുഗോപാലിനെ പിന്തുണച്ച MLA-മാർ ആരാണെന്ന് അവരുടെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ തിരിച്ചറിയുകയും ഇനി അവരെ ഫേസ് ചെയ്യാനായിട്ട്, അതായത് യാതൊരു വിധമായിട്ടുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാതെ തങ്ങൾ കൊടുത്ത തങ്ങളുടെ വോട്ടിന് മര്യാദയും വിലയും കൽപ്പിക്കാത്ത MLA-മാർക്ക് ഇനി ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ അവിടുത്തെ വോട്ടർമാർക്ക് ചെയ്യാനുള്ള ഏക വഴി. കാര്യം നമുക്ക് തിരിച്ചു വിളിക്കാനുള്ള സംവിധാനമില്ല. നമ്മളൊരു ഗതികേടിലാണ്. കാര്യം ഒരു സമ്മതിദാനം അതല്ലെങ്കിൽ നമ്മളൊരു വിധി ഒരു മുന്നണിക്ക് കൊടുത്തു, ഒരു അധികാരം നമ്മൾ കൊടുത്തു, ആ അധികാരം ഇപ്പോൾ ദുർവിനിയോഗം ചെയ്യുന്നു. അപ്പം ഇത്രയും എത്തിക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്രയും ജനായത്ത മൂല്യങ്ങളോട് വില കൽപ്പിക്കാത്ത ഒരു വ്യക്തി നാളെ മുഖ്യമന്ത്രിയായി വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് ഒരിക്കലും അഴിമതിക്കാരനെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം എൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെയും കൂടെ ഒരു വോട്ടർ എന്ന നിലയിൽ എൻ്റെയും കൂടെ മന്ത്രിസഭയാണ്, എൻ്റെയും മുഖ്യമന്ത്രിയാണ്, എൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എൻ്റെ മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ അഴിമതിക്കും അതേപോലെ ഉപജാപങ്ങൾക്കും പിൻവാതിൽ പരിപാടികൾക്ക് നിൽക്കാത്ത വ്യക്തിയാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാവണം. പക്ഷെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബോധ്യം എനിക്ക് നഷ്ടപ്പെടുന്നു. ഈ VD സതീശൻ ഇതുവരെയും കൂടുതൽ കാര്യമായ കമന്റ്സ് ഒന്നും പറയാതെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കളി കണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം അത് UDF-നെ അല്ല, UDF-ന്റെ പ്രാഥമികമായി ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ നശിപ്പിച്ചു കളഞ്ഞു. ഇനി അത് റീബിൽഡ് ചെയ്യാൻ പ്രയാസമാണ്. അല്ല, സതീശൻ മുഖ്യമന്ത്രി ആയില്ല എന്ന് വെക്കാം. അങ്ങനെയെങ്കിൽ ധനകാര്യമോ ആഭ്യന്തരമായിരിക്കാം ഒരു പക്ഷേ കൊടുക്കാനുള്ള. അല്ല, അതൊക്കെ രണ്ടാമത് വരുന്ന പ്രശ്നങ്ങളാണ്. ഇതിനകത്ത് ഇപ്പൊ സതീശ് അദ്ദേഹം സംതൃപ്തനാകുമോ എന്നുള്ളതുണ്ട്. അദ്ദേഹത്തിന്റെ ഭാവി എന്താവും? ഇല്ല, അദ്ദേഹത്തിന്റെ ഭാവി ഒന്നും ഇവിടെ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ VD സതീശന്റെ ഭാവിയോ ഒന്നും തന്നെയല്ല പ്രശ്നം. VD സതീശൻ നമുക്ക് ചില ഉറപ്പുകൾ തന്നിരുന്നു. UDF-ന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം കേരളത്തെക്കുറിച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ച ചില പദ്ധതി സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം നേതൃത്വം കൊടുത്ത മുന്നണിക്കും അദ്ദേഹത്തിനും നമ്മൾ സംവിധാനം ഇത് കൊടുത്തത്. അപ്പം നാളെ ഇനി ഇപ്പോൾ VD സതീശൻ്റെ ഭാവി എന്ത് തന്നെയാണെങ്കിൽ, ഇപ്പം നാളെ VD സതീശൻ മുഖ്യമന്ത്രിയാതിരിക്കട്ടെ, ഈ സർക്കാരിന് ഒരു ഏകോപിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ തന്നെ മനസ്സിലായി, KC വേണുഗോപാലിൻ്റെ പക്ഷം 47 MLA-മാർ വേറെ നിൽക്കുന്നു, രമേശ് ചെന്നിത്തലയുടെ വേറെ നിൽക്കുന്നു. ഇപ്പം രമേശ് ചെന്നിത്തലയാണ് ഒരു സന്ദർഭത്തിൽ വരികയാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും വലിയൊരു ആഘാതം ഏൽക്കത്തില്ല. കാരണം ജനായത്ത സംവിധാനത്തിൽ ഇപ്പം രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം സീനിയോറിറ്റി ഉണ്ടെന്ന്, അതിനകത്ത് സീനിയോറിറ്റി അല്ല പ്രശ്നം. ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കാണ് പ്രശ്നം. ആ പോക്കിൽ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ആർക്കാണ്, ആ മാൻഡേറ്റിനെ ബഹുമാനിക്കുക എന്നുള്ളത് മാത്രമാണ് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വം. അല്ലാതെ അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യും, ആരാണ് ചോദിക്കാൻ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ വളർച്ചയോട് പോലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം രാഷ്ട്രീയത്തിൽ നമ്പറാണ് അത്രയും പ്രധാനം എന്ന് പറയുന്നത്. ഇത്രയും പരിണിതപ്രജ്ഞനായ സണ്ണി ജോസഫ് നല്ല മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹം വളരെ സൗമ്യനും കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി KPCC-യുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്, അവിടെ വലിയ മഹാരഥന്മാരുന്ന കസേരകളാണത്. ആ കസേരയിലുള്ള നമ്പറാണ് ഗെയിം. നമ്പറാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള കാഴ്ചപ്പാടും അതിനുവേണ്ടി എടുക്കുന്ന നിലപാടുകളും അല്ലേ. മനുഷ്യനെന്ന് പറഞ്ഞാൽ വെറും ഈ ഭക്ഷണം കഴിക്കുകയും ഉണ്ണുകയും ഉറങ്ങുകയും മാത്രമല്ലല്ലോ ചെയ്യുക. അപ്പോൾ അവിടെ ഈ ജനായത്ത സംവിധാനം എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിനകത്തൂടെ ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്
അനുസൃതമായ സംഗതി എന്താണോ അതാണ് രാഷ്ട്രീയം എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. എനിക്ക് സണ്ണി ജോസഫ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്പർ ആണെങ്കിൽ ഇപ്പൊ കോടതിയിലൊക്കെ തെളിവാണ് പ്രശ്നം നമ്മൾ കേട്ടിട്ടുണ്ട് ഉം, അല്ലേ. ഉം. ഇപ്പൊ ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എല്ലാവരും പറയുന്നു പിന്നെ ഈ കെ.സി. വേണുഗോപാൽ ഫണ്ട് ഏൽപ്പിച്ചതാണെന്ന് പല ചാനലുകളിലും പല ചർച്ചകളിലും ഒക്കെ ആൾക്കാർ പറയുന്നു. ഓരോ പാർട്ടിക്കും ഫണ്ട് റൈസർമാർ ഉണ്ടാവാം. ആ അത് പക്ഷെ അങ്ങനെ സ്വാഭാവികമല്ലേ? ഫണ്ടാണ് ഇപ്പോൾ വോട്ട് വാങ്ങിയതിന് ശേഷം ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ വോട്ടിന്റെ ഒരു ജനവിധിയെ തട്ടിയെടുക്കാം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സണ്ണി ജോസഫ് കാണുന്ന നമ്പർ ഗെയിമിന്റെ പ്രസക്തി എന്താണ്? ഈ പണം ഉപയോഗിച്ച് ജനങ്ങളുടെ വോട്ടിനെ തട്ടിയെടുക്കാമെന്ന് സാറ് പറയുമ്പോൾ അതങ്ങനെയും അല്ലാതെ നേടിയെടുക്കാമെന്നുള്ളത് ചാണ്ടി ഉമ്മൻ തെളിയിച്ചിട്ടുണ്ട്. അതെ, ചാണ്ടിയുമല്ല പിന്നെ സതീശൻ തെളിയിച്ചില്ലേ അതെ, അല്ലേ? സതീശൻ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് കാശ് കൊടുത്തിട്ടല്ലല്ലോ ഈ 102 സീറ്റ് വാങ്ങിയത് അല്ലേ? അതെ. അപ്പൊ ഞാൻ സതീശൻ ഈ പറഞ്ഞ ഒരു വ്യക്തിയല്ല പ്രശ്നം. സതീശൻ നിലകൊണ്ട ചില നിലപാടുകളും ചില സമീപനങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലെ ചില മൂല്യങ്ങൾ അതോ ഇന്നത്തെ ഇത്തരത്തിലുള്ള മൂല്യമില്ല. ഇപ്പൊ കോൺഗ്രസ് എങ്ങനെയാണ് നശിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിലെ കോൺഗ്രസ് നശിച്ചത് എങ്ങനെയാണ്, ഇനി നശിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ മുഖ്യമന്ത്രി പദം തീരുമാനിക്കുന്നതിലുള്ള ഈ തെരുവ് യുദ്ധം അല്ലെങ്കിൽ ഈ അടിപിടി നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെയാണ് ഇന്ത്യയിലും കോൺഗ്രസിലും കേരളം നശിക്കുന്നത്. ഇന്ത്യയിലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് നശിക്കാനായിട്ട് മുഖ്യ നിർണായകമായ പങ്ക് വഹിച്ച, അതായത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ ഈ വർത്തമാനകാല ഗതികേടിൻ്റെ മുഖ്യ ഉത്തരവാദി കെ.സി. വേണുഗോപാലാണ്. ഉദാഹരണത്തിന് മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരും തമ്മിലുണ്ടായ മത്സരം, ശശി തരൂരായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥാനത്തായിരുന്നു എങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു കൂട്ടുമന്ത്രിസഭ ഇന്ന് കോൺഗ്രസ് നയിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. കാരണം 2024 തെരഞ്ഞെടുപ്പ് തരൂർ വേഴ്സസ് മോദിയായി മാറുമായിരുന്നു അല്ലേ? എന്നിട്ടും തരൂരിന് കിട്ടിയ വോട്ട് കണ്ടിരുന്നില്ലേ? ഈ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുഴുവൻ ഒട്ടുക്ക് ഓടി നടന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ശശി തരൂർ മത്സരിച്ചപ്പോൾ അവൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ഖാർഗെയെ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിച്ചത്. കെ.സിക്ക് അത് കെ.സിയുടെ മാത്രം താല്പര്യമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ഡയമെൻഷൻ ആലോചിച്ച്, ഒരു സംസ്ഥാനത്തെ ജനതയെ മുഴുവൻ, ഇനിയിപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയാകുകയാണെന്നിരിക്കട്ടെ, മുഖ്യമന്ത്രിയാകുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ വീണ്ടും ഒരു MP-യുടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലേ? ഇനി ഒരു ജയിച്ച MLA രാജിവെച്ചിട്ട് മാറിക്കൊടുക്കേണ്ടി വരും. അവിടെ വേറൊരു മത്സരം നടക്കേണ്ടി വരും. എന്നിട്ട് ഈ രാജിവെക്കുന്ന MLA-ക്ക് മറ്റൊരു സീറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ എവിടെയാണ് ഈ ജനായത്ത മര്യാദയും മൂല്യവും മാന്യതയും എന്ന് പറയുന്നത്? ഇങ്ങനെയാണ് ജനായത്ത സംവിധാനം ജീർണിക്കുന്നതും അഴുകുന്നതും നശിക്കുന്നതും. അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യം, ഈ ജനായത്ത സംവിധാനം പോലെ സ്വേച്ഛാധിപത്യത്തിന് തഴച്ചു വളരാൻ പറ്റിയ അന്തരീക്ഷം വേറെയില്ല. കാരണം സ്വേച്ഛാധിപതിയാണെങ്കിൽ ജനങ്ങൾ എപ്പോഴും സജ്ജരായിരിക്കും, ഇയാൾ സ്വേച്ഛാധിപതിയാണ്, അയാളെ തിരിച്ചറിയാം. മറിച്ച് ജനായത്ത സംവിധാനത്തിലെ സ്വേച്ഛാധിപതികളെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. ആ ജനായത്തത്തിൻ്റെ കുപ്പായത്തിനുള്ളിലായിരിക്കും അവരിയ്ക്കുന്നത്. അപകടം വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി നശിക്കുന്നതും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഒരു പുനരുജ്ജീവനം പോലും ഒരു പരിധിവരെ നിർവഹിക്കുന്നതിൽ സതീശൻ വിജയിച്ചിരുന്നു. അപ്പോൾ സതീശൻ എന്നുള്ള വ്യക്തിയല്ല ഇവിടെ പ്രധാനം, അദ്ദേഹം ചെയ്ത രീതികളോടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും അതിന് ജനം പ്രതികരിക്കുകയും ചെയ്ത രീതിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു സംവിധാനത്തെ ഈ രീതിയിൽ ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോവുകയും പിൻവാതിലിലൂടെ ജനങ്ങൾ കൊടുത്ത ഒരു സംസ്ഥാനത്തിൻ്റെ ജനതയെ മുഴുവനിട്ട് ഇങ്ങനെ തൻ്റെ ഒരു സ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അമ്മാനമാടാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നോക്കുക. ആ വ്യക്തിക്ക് നാളെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക്, ഏത് വിഷയം വന്നു കഴിഞ്ഞാലും ഇത് തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കും അദ്ദേഹം ആദ്യം നോക്കുക. അല്ലാതെ ആ വ്യക്തിക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. സംസ്ഥാനത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ ഒരു ജനങ്ങളുടെ ഒരു ജനായത്ത മൂല്യത്തെ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വരില്ല. ഒരു സംശയം വേണ്ട, ഇത് എനിക്കെന്ത് ഗുണമുണ്ടാകും എന്നുള്ള ചിന്തയിലായിരിക്കും ഓരോ തീരുമാനങ്ങളും എടുക്കുക. അവിടെയാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം വരുന്നത്. അതാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടത്. KPCC പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, സംശയമില്ല. പക്ഷെ അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ പോലും നമ്പറാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ കഴിഞ്ഞില്ല.